അപ്പോൾ ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്, അതിലേക്ക്. അനുവാദത്തോടു കൂടി മാത്രമേ സാധിക്കൂ. സംസ്ഥാന ഗവൺമെൻറ്റിനെ അറിയിച്ചുകൊണ്ട് മാത്രമേ സാധിക്കൂ. അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർമാർക്ക്, ഒരു കരാറുകാർക്ക് അവർക്ക് മാത്രമായി അതിൽ ഭേദഗതി വരുത്താനോ അവർക്ക് പുറം കരാറുണ്ടാക്കാനോ അവർക്ക് കരാറിൽ ഷെയർ ആരെങ്കിലും ഓഹരി ഉടമകളാക്കി ചേർക്കാനോ സാധിക്കുന്നല്ല. അത് കരാറിൻ്റെ വ്യവസ്ഥകളുടെ ലംഘനമാണ്. അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ഗവൺമെൻറ് അനുമതി വാങ്ങണം. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അദാനി തന്നെ ആ കാര്യങ്ങൾ ഇപ്പോൾ വിശദീകരിച്ചിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ അതിൽ വലിയ തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറൊരു കാര്യം, നമ്മുടെ ഇപ്പം ടി കെ ഗോവിന്ദമാഷയും വി കുഞ്ഞികൃഷ്ണയും തെറ്റുതിരുത്തി വന്നാൽ തിരിച്ചെടുക്കാം അല്ലെങ്കിൽ എടുക്കണം എന്നൊരു ചർച്ച ഉണ്ടായിരുന്നു. അതിൽ എം വി ജയരാജനെ സെക്രട്ടേറിയറ്റ് തിരുത്തി അങ്ങനെ ഒരു തീരുമാനമില്ല എന്നുള്ള രീതിയിൽ ചർച്ച പൊതുസമൂഹത്തിൽ കാണുന്നു. അല്ല, അങ്ങനെ ഒരു തീരുമാനം സി പി എമ്മിലില്ല. അത് വസ്തുതയാണ്. അത് സി പി എം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജയരാജൻ നടത്തിയിട്ടുള്ള അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്തരമൊരു അഭിപ്രായം പ്രകടിപ്പിച്ചു. അത് ചാനൽ ചർച്ചയിൽ വന്നിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനമായിട്ട് ആരും കാണുന്നുള്ളൂ. ഒരു പാർട്ടി തീരുമാനമായിട്ടൊന്നും ആരും കാണുന്നില്ല. ആ ചർച്ചയിൽ വന്ന കാര്യങ്ങൾ തന്നെ സി പി എം പരിശോധിച്ചു. അത് ജയരാജൻ തന്നെ ഞാൻ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞ അഭിപ്രായമാണ്. അത് പാർട്ടിയുടെ നയമല്ല, തീരുമാനമല്ല എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി. എന്ന് മാത്രമല്ല, അതിൽ അദ്ദേഹം ഇത്തരമൊരു പ്രസ്താവന തെറ്റായി വ്യാഖ്യാനിക്കാൻ ഇടയാക്കത്തക്ക നിലയിൽ ഉണ്ടായതിൽ അദ്ദേഹം അത് സ്വയം വിമർശനപരമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞു. പിന്നെ അതിനൊരു ചർച്ചക്കൊന്നും വിധേയമാക്കേണ്ടതല്ല. അടഞ്ഞ് ക്ലോസ് ചാപ്റ്ററാണ്. ടി കെ ഗോവിന്ദമാഷും വി കുഞ്ഞികൃഷ്ണനും മുന്നിൽ പൂർണ്ണമായിട്ടും സി പി എമ്മിലേക്കുള്ള തിരിച്ചുവരവിന്റെ വാതിൽ അടഞ്ഞു. ഇപ്പോൾ അത് നമ്മുടെ മുമ്പിലില്ലല്ലോ. ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് സാങ്കല്പികമായിട്ട് എന്തിനാ സാങ്കല്പികമായ അഭിപ്രായങ്ങൾ അന്വേഷിക്കുന്നത്? സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നം സംബന്ധിച്ച് സി പി എം ചർച്ച ചെയ്ത് അതിനൊരു നിലപാട് സ്വീകരിക്കും. ഇപ്പം അങ്ങനെ ഒരു നിലപാടേ ഇല്ല, അങ്ങനെ പ്രശ്നമേ ഇല്ല. അവരിപ്പോൾ യു ഡി എഫിനോടൊപ്പമാണ്. യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ജയിച്ചു വന്നവരാണ്. അവരവരിന് ഗവൺമെൻറ് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പിന്നെ ആ വിഷയം എവിടെ? മുൻപും ഇതുപോലെ സി പി എമ്മിൽ നിന്ന് പുറത്തുപോയ ആളുകൾ തിരിച്ചു വന്ന ചരിത്രമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തെറ്റുതിരുത്തൽ സാധ്യത ഇവരുടെ കാര്യത്തിലുണ്ടോ? അല്ല, ഒരാൾ പാർട്ടി നടപടിയെടുത്തു, അയാൾ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി. പിന്നീട് അയാൾ അദ്ദേഹത്തിൻ്റെ തെറ്റ് ബോധ്യമായി തിരിച്ചു വരുന്നു. അത് ബന്ധപ്പെട്ട പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി കമ്മിറ്റി ഉപരി കമ്മിറ്റിയുടെ അനുവാദത്തോടുകൂടി അദ്ദേഹത്തെ തിരിച്ചെടുക്കും. അതൊക്കെ സാധാരണമുള്ളൊരു നടപടിയുടെ പ്രോസസ്സാണ്. അത് സി പി എം സ്വീകരിച്ചു വരുന്നൊരു നടപടി ക്രമമാണ്. അത്രമാത്രമേ ഉള്ളൂ. നിലവിൽ ഇവർ രണ്ടുപേരും ചോദിക്കുന്നത് അഥവാ ഇതിന് തെറ്റ് തിരുത്തണമെങ്കിൽ തന്നെ ആദ്യം പാർട്ടി പറയണ്ടേ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് പുറത്താക്കിയെന്ന്. അത് അവരുടെ കാര്യം അവർ പറയട്ടെ. അവർക്കൊന്നും മറുപടി പറയാൻ ഞാനില്ല.